ഡാ നേരെ ഒരുപാടായല്ല. അത് ശരിയാണ്. നീ ഇങ്ങനെ തിരിച്ചു പോണേ? ഒരു കാര്യം ചെയ്, നമുക്കിന്ന് ഇവിടെ കൂടാം. അത് വേണ്ട, എനിക്കിന്ന് ഇവിടെ നിന്റെ കൂടെ കൂടണമെന്നുണ്ട്. പക്ഷെ അത് വേണ്ട, അവന്മാരോട് ഒറ്റക്കാണ്. ആൻ്റണി ആണെങ്കിൽ പനിച്ചും കിടക്കണേ. ഇനി അവൻ എന്നെ കണ്ടില്ലെങ്കിൽ അതിനും വിഷമോ. ഞാനൊന്ന് ഇറങ്ങട്ടാ. എന്ന് ഞാൻ പോട്ടടാ. നാളെ കാണാം. നാളെ കാണാം. ശരിയടാ. കർത്താവിൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയുടെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുമെന്ന് എൻ്റെ ദൈവമെന്ന് പറയും. അവിടെ നിന്റെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. ഇവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന സ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചേക്കുരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും.
ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പട്ടിണി മോൻ ചോദിച്ചു കാണാനില്ലല്ലോ. തട്ടും പാടില്ല. സപാട്ടി സപാട്ടി എന്താ പറ്റിയത്? പറ, എന്താ പറ്റിയത്? പറ. അവിടെ എന്താണ് വിയർക്കണുണ്ടല്ലോ? എന്താ പറ്റിയത്? എന്താണ്? പറ. അവിടെ അവിടെയല്ലേ? പറ. ഞാന് ലെനിനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നെ വഴിക്ക് അവിടെ വെച്ച് ആനയും പന്നി വന്ന്. എവിടെ വെച്ച്? അവിടെ വെച്ച് ഞാൻ വിട്ടുവേടാ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയാ? ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നടാ. ആ സമയത്തെ എൻ്റെ ബൈബിൾ കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. തമ്പുരാൻ എന്നെ കാത്തറ. അയ്യോ, അച്ഛനൊന്നും മിണ്ടാണ്ടിക്ക്.
ആ കിതപ്പൊന്ന് മാറട്ടെ കേട്ടാ. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല മനുച്ചാ, അതൊക്കെ പോയെന്നാ തോന്നണേ. പാട്ടി നമ്മുടെ ആന്റണി എന്താ? ആന്റണി റൂമിൽ കിടപ്പുണ്ട്. അവന്റെ പനിക്ക് കുറവുണ്ടാ? ആ പനിക്ക് കുറവുണ്ട്. ഞാൻ കഞ്ഞൂട് സെറ്റാക്കി ഇരുത്തി. പിന്നെ നീ ഇവിടെ വന്നിരുന്നേ. അച്ഛ രാത്രിയായി, നമുക്ക് റൂമിൽ പോയി കിടക്ക. നീ ഇവിടെ വന്നിരുന്നേ, ഒരു കാര്യം പറയട്ടെ. നീ ഇവിടെ ഇരിക്കി. എന്താണ് സെബാട്ടി? എടാ നമ്മ കണ്ടല്ലേ എന്നില്ലേ? എടാ അവനോട് സാധുവാണ് സത്യത്തില്. ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എടാ അവൻ താമസിക്കണ ഇവിടെ അടുത്തുള്ള ഒരു ആദിവാസി കോളനിയിലാണ്. അവിടെ ഉള്ള എല്ലാവർക്കും അവനൊരു ഉപകാരിയാണ്. അതുമാത്രമല്ല, ഇവിടെ ഒരു പള്ളിക്കൂടം ഉണ്ട്. ആ പള്ളിക്കൂടത്തിൽ ചിത്രരചന മാഷാണ് അവൻ. നാട്ടുകാർക്ക് ഒരു ഉപകാരി തന്നെയാണ് അവൻ. സത്യം പറഞ്ഞ അവനോട് സാധുവാടാ. അല്ല മനുജ, നമ്മുടെ ലൂക്കാച്ചന് ഇതേപോലെ ആയിരുന്നിട്ടാ. അല്ല സവാട്ടി, എന്തേ നീ അത് വിട്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ നമ്മുടെ ആന്റണി ഇല്ലേ, എടാ അവൻ എന്തിനാണ് നമ്മുടെ ലൂക്കാച്ചന്റെ പുറകെ ഇങ്ങനെ നടക്കണത്? ഞാൻ ഇതേവരെ ഇതൊന്നും ചോദിക്കണോ വിചാരിച്ചല്ല നിന്റെ അടുത്ത്. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ അത് എന്നോടൊന്ന് പറ. എനിക്കാണെങ്കിൽ അവനോട് ചോദിക്കാൻ ഒരു മടി. അതുകൊണ്ടാണ്. മനുച്ച പറയടാ സവാട്ടി. അച്ഛനെ പോലെ അവനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മള് ലൂക്കാച്ചനെ അന്വേഷിച്ച് തൃശ്ശൂർക്ക് ഇറങ്ങിയില്ലേ എൻ്റെ വീട്ടിൽ നിന്ന്. അന്ന് രാത്രി അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനവനും കടപ്പുറത്ത് പോയിരുന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചായിരുന്നു. മനസ്സ് തുറന്ന് കുറെ കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു. അതിലൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താടാ? അതിൽ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടു. അവനൊരു പെങ്ങളുണ്ട്. അവൻ്റെ പെങ്ങളെ പറ്റി പറയുമ്പോൾ 100 നാവാണ് അവന്. ജെനി അവൻ്റെ പെങ്ങളുടെ പേര്. ജെനി.